ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. വെറൈറ്റി ഉള്ള റെസിപ്പി ഒന്നുമല്ല, എന്നാലും എല്ലാവരും ഉണ്ടാക്കുന്ന റെസിപ്പിയാണ്. അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് ഞങ്ങളുടെ വീട്ടിലെ പ്ലാവ്. നല്ല അടിപൊളി നല്ല മധുരമുള്ള വരിക്കച്ചക്കൻ്റെ പ്ലാവാണ്. ഇപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക ചിപ്സാണ്. അതിന് നല്ല മൂത്ത ചക്കയാണ് വേണ്ടത്. യെല്ലോ കളറ് ജസ്റ്റ് ആവുന്നേ ഉള്ളൂ, അങ്ങനത്തെ ഒരു ചക്ക ആണ് എടുക്കേണ്ടത്. ഇതുപോലെ ഓരോ ചക്കയും അടർത്ത് മാറ്റണം. എന്നിട്ട് അതിൽ നിന്ന് കുരു എല്ലാം മാറ്റി എടുത്ത് വെക്കുക. കുരുവൊക്കെ മാറ്റി എടുത്ത് വെച്ച് വരുമ്പോഴത്തേനും ക്വാണ്ടിറ്റി വളരെ കുറവാകും. അപ്പോൾ ചക്ക കുറച്ച് കൂടുതൽ എടുത്താൽ ക്വാണ്ടിറ്റി കിട്ടും. എന്നിട്ട് ഇതുപോലെ നല്ല നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. ഒരേ കനത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കാൻ ശ്രമിക്കണം, അല്ലെങ്കിൽ ഒരുപാട് ടൈം എടുക്കും ഇത് വറുത്ത് കിട്ടാൻ വേണ്ടിയിട്ട്. എപ്പോൾ ചക്ക സീസൺ വന്നാലും ഞങ്ങളെ വീട്ടിൽ ഈ ചക്ക വറുത്തത് മസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. പൊരിച്ച് കഴിയാനൊന്നും കാത്തു നിൽക്കില്ല, അതിന് മുന്നേ തന്നെ അവർ വന്ന് കഴിച്ചുകൊണ്ടിരിക്കും. ഒരുപാട് കാലം സൂക്ഷിച്ച് വെക്കുകയും ചെയ്യാം ഉണ്ടാക്കി കഴിഞ്ഞാൽ. അപ്പോൾ അത് ഇത്രയും ഉണ്ട് ഞങ്ങൾ അരിഞ്ഞു വെച്ചത്. സാധാരണ ചിപ്സ് ഉണ്ടാക്കുമ്പോൾ ഉപ്പുവെള്ളം തളിച്ച് കൊടുക്കുകയാണ് ചെയ്യുക. ചിലവർ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി മിക്സ് ചെയ്ത് വെള്ളം തളിച്ച് കൊടുക്കും. ബട്ട് ഇവിടെ ഞാനിപ്പോൾ വെള്ളം തളിച്ച് കൊടുക്കല്ല, അരിഞ്ഞു വെച്ച് ചക്കയിലേക്ക് ഉപ്പ് തേച്ച് പിടിപ്പിച്ചിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കൂടുതൽ ഉപ്പ് വേണ്ട, കൂടുതൽ ഉപ്പായാൽ പിന്നെ പൊരിച്ച് കഴിയുമ്പോഴത്തേനും കയ്പ്പ് രസം വരും. ഇട്ട് മിക്സ് ചെയ്യുമ്പോഴും കൈ തട്ടാതെ മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അതിൽ നിന്ന് കൂടുതൽ വെള്ളം ഇറങ്ങി വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷമാണ് ഈ ഉപ്പ് തേച്ച് വെച്ചിട്ടുള്ള ചക്ക നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. എണ്ണയിൽ മുങ്ങിക്കെടുക്കാൻ പാകത്തിന് മാത്രം ചക്ക ഇട്ടാൽ മതി. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തട്ടി കൊടുക്കണം, ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ താഴെ മാത്രം കളറ് മാറുള്ളൂ, താഴെ മാത്രം വേവുള്ളൂ. അതുകൊണ്ട് എപ്പോഴും നമ്മളിങ്ങനെ ഇളക്കണം. അതാണ് ഏറ്റവും കൂടുതൽ ക്രിസ്പിനെസ്സിന് മസ്റ്റായിട്ടുള്ള കാര്യം. നല്ല ഓവറായിട്ട് തീയും വേണ്ട, എന്നാൽ തീരെയും കുറവും പാടില്ല. നല്ല ചൂടിൽ വേണം പൊരിച്ചെടുക്കാൻ, അല്ലെങ്കിൽ ഇങ്ങനെ കുഴഞ്ഞു വരാൻ ചാൻസ് ഉണ്ട്. ചിലവരൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ കുഴഞ്ഞു വന്നിട്ട് കണ്ടിട്ടുണ്ട്. ചക്കയുടെ പാകം ആണ് കുഴയുന്നതിൻ്റെ പ്രശ്നം. നല്ല മൂത്ത ചക്ക എടുക്കണം, മധുരം ആവാൻ പാടില്ല. അതിന് മുന്നത്തെ ഒരു സ്റ്റേജിലാണ് ചക്ക വറുക്കാനുള്ള പാകം. കുറച്ച് നേരം നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അത് കഴിഞ്ഞാൽ ഒരു മുരിഞ്ഞ ഒരു ക്രിസ്പി ആയ ഒരു സൗണ്ട് കേൾക്കാം. ആ ടൈമിലാണ് ഇതിൻ്റെ പാകം വരുന്നത്. ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നത് വരെയാണ് നമ്മൾ ഇളക്കി കൊടുക്കേണ്ടത്. ആ ടൈമായി കഴിഞ്ഞാൽ പിന്നെ വറുത്ത് കോരാം. ഉപ്പുവെള്ളം തെളിച്ചുണ്ടാക്കുന്നതിനെക്കാട്ടും നല്ലത് ഉപ്പ് തേച്ച് കൊടുത്തിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോഴാണ് കൂടുതൽ ക്രിസ്പി ആയിട്ടുള്ള ചക്ക വറുത്തത് ഉണ്ടാക്കാൻ പറ്റുക. അപ്പോൾ ഇതാ നല്ല അടിപൊളി നല്ല ക്രിസ്പി ആയിട്ടുള്ള ചക്ക ചിപ്സ് റെഡി ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഫസ്റ്റ് ട്രിപ്പ് ഉണ്ടാക്കുമ്പോഴത്തേനും മക്കൾ വന്നിട്ട് എടുത്തു കൊണ്ടുപോകാൻ തുടങ്ങി. മക്കളിങ്ങനെ കഴിക്കാൻ ഇൻട്രസ്റ്റ് കാണിക്കുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും ഉണ്ടാക്കാൻ തോന്നും. ചൂടാറിക്കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഞാനിവിടെ മഞ്ഞൾപ്പൊടിയൊന്നും ചേർത്തിട്ടില്ല, ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.